അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സാമന്തയുടെ ഒരു തെലുങ്ക് പടം വന്നിരുന്നു, മാ ഇൻറ്റി ബംഗാരം. ഞങ്ങൾ അതിൻ്റെ തമിഴ് വേർഷൻ എങ്കൽ തങ്കമാണ് കണ്ടത്. ഇത് ആക്ച്വലി ഡയറക്റ്റ് ചെയ്യുന്നത് നന്ദിൻ റെഡ്ഡി എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്, ഫീമെയിൽ ഡയറക്ടറാണ്. പുള്ളിക്കാരി ഓ ബേബി എന്ന് പറഞ്ഞ ഇതിന് മുമ്പ് നമ്മുടെ സാമന്ത വെച്ചൊരു പടം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പുള്ളിക്കാരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് രാജ് ഇന്ദിമുരു, അതായത് ഇപ്പോൾ സാമന്തയുടെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് വെച്ചിട്ടുണ്ട്, ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ക്രെഡിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡയറക്ടർ പേര് എഴുതി കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റഡ് ബൈ എന്ന് പുള്ളിയുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. സോ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. റൈറ്റർ പുള്ളിയാണ്. അപ്പം ആ ക്രിയേറ്റർ എന്നുള്ള ആ ഒരു പൊസിഷനുള്ള പുള്ളി വന്നിട്ടുണ്ടെന്ന്. സോ അപ്പം മാ ഇൻറ്റി ബംഗാരമല്ല, എങ്കൽ തങ്കത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഈ സിനിമ കണ്ടത് എറണാകുളത്ത് ശ്രീധർ തിയേറ്ററിൽ ആയിരുന്നു. ആ സംഭവം വെച്ചാൽ ഇന്ന് 3 സിനിമ കണ്ടു. ഫസ്റ്റ് പടം ബാലൻ കണ്ടു. ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ ബാലൻ കാണാൻ ചെന്നപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നമ്മൾ കുറച്ച് ഡിലേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സോ നമ്മൾ നേരെ ഫോർമാളിൽ PXL ചെന്നു, ബാലൻ കാണുന്നു. ബാലൻ കണ്ടിറങ്ങിയിട്ട് നമ്മൾ ടൈമിംഗ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഊണൊക്കെ കഴിച്ച് കയറാൻ നോക്കിയാൽ ആ ടൈമിങ്ങിൽ നമുക്കുള്ള അവൈലബിൾ ആയ ഒരു ഷോ ഉണ്ടായിരുന്നത് ഈ പടം നമുക്ക് 3 മണിക്ക് ശ്രീധർ കളിക്കുന്നു. ഏത് എങ്കൽ തങ്ക. അപ്പോൾ അത് കണ്ടേക്കാന്ന് വെച്ച് ഞങ്ങൾ നേരെ ശ്രീധറിൽ എത്തുന്നു. അപ്പോൾ ശ്രീധറിൽ പണ്ട് എനിക്ക് തോന്നുന്നു അവിടെ പഠിച്ച സമയത്ത്, കൊച്ചു പഠിച്ച സമയത്ത് ഞാൻ ആദ്യം പോകുന്നത് അവഞ്ചേഴ്സ് കണ്ടെന്തോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയിട്ടില്ല. ഒരൊറ്റപ്പടം അവിടെ കണ്ടുള്ളൂ. അവതാർ, അതായത് ശ്രീധറിന്റെ പ്രൊജക്ഷനൊക്കെ മാറ്റി അവതാർ ഫസ്റ്റ് ഇട്ടപ്പം അത് കാണാൻ പോയത്. അത് രാവിലെ കാണാൻ പോയി, ടിക്കറ്റ് കിട്ടിയില്ല. ഉച്ചക്കത്തെ ഷോയ്ക്ക് ട്രൈ ചെയ്തു, ടിക്കറ്റ് കിട്ടിയില്ല. രാത്രി അത് കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് ഇമോഷണൽ തിയേറ്ററാണ്. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മൊത്തം നശിപ്പിച്ച് കൈ തന്നു, അടിച്ചു കലക്കി കൈ കൊടുത്ത് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ സ്ക്രീൻ ചെറുതാണ്. ഓക്കെ, നമുക്ക് സ്ക്രീൻ ചെറുതായിക്കോട്ടെ. ഞങ്ങൾ കുറച്ച് പിന്നോട്ടാണ് സീറ്റ് എടുത്തത്. കാരണം ആള് കുറവായിരുന്നു. ഈ പ്രൊജക്ഷൻ തുടങ്ങിയപ്പോഴത്തേക്കും ഷാഡോസിൽ ഈ ബ്ലൂ കയറി കിടക്കും. ഞാൻ ഇങ്ങനെ അതിപ്പോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെയാണ്, ഈ ബ്ലൂ പോലെ ആയിരിക്കും. നമ്മൾ സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെ പ്രൊജക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പ്രദർശിപ്പിച്ചില്ല, സ്ക്രീൻ ഇങ്ങനെ ബ്ലൂ കളർ അത് മൊത്തം അതായത് വെള്ള വരുമ്പോഴത്തേക്കും കുറച്ചധികം അഴുക്കും. അതെ ഈ അതിന്റെ കൂട്ടത്തിൽ കംപ്ലീറ്റ് ക്രഷ് ആയിട്ട്, അതായത് നമ്മൾ ഇരുട്ട് സീക്വൻസ് വരുമ്പോൾ നല്ല ഇരുട്ടും, ആ ഇരുട്ട് മൊത്തം നീല കളർ മൊത്തത്തിൽ. അപ്പൊ ഓക്കെ, പ്രൊജക്ഷൻ പോയി. ഇനി സൗണ്ട് നോക്കാം എന്ന് വെച്ചപ്പോ സൗണ്ട് ഒരു സ്പീക്കർ സ്ക്രീനിന്റെ താഴെയുണ്ട്. അതിനകത്തുനിന്ന് സാവധാന ശബ്ദവും പുറകിൽ നിന്ന് വീണമായില്ല. ലാസ്റ്റ് എന്തോ പാട്ടൊക്കെ പാടുമ്പോ അവിടുന്ന് വോക്കൽസും ബാക്കിൽ നിന്ന് വലത്തെ അറ്റത്തുനിന്ന് ഒരു വീണയും കേൾക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വളരെ ഷോക്കാണ്. ഡയലോഗ് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് എന്ന് സെന്ററോ സൈഡോ എന്തോണ്ട്, ഇതെല്ലാം കൂടെ കുഴഞ്ഞിങ്ങി വരിക. അതായത് മ്യൂസിക്കും ഡയലോഗും കൂടെ ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ ഒന്നും കേൾക്കത്തില്ല. സായി അഭയങ്കറിന്റെ പാട്ടിലെ ലിറിക്സ് പോലെ അവസ്ഥയാണ് നമ്മളിരിക്കുന്നത്. ഈ വാ നോക്കി കണ്ടുപിടിക്കാന്ന് വെച്ചത് തെലുങ്ക് പടത്തിന്റെ ഡബ്ബ് പടം, അത് നടക്കത്തില്ല. അപ്പൊ നമ്മള് കൊറേയൊക്കെ ഇങ്ങനെ അതെ, ഈ പടത്തിന്റെ ഇനി നമ്മൾ തുടരാൻ പോകുന്ന റിവ്യൂവിന്റെ വലിയൊരു ശതമാനം ഇമ്പാക്ട് തന്നത് ഈ തിയേറ്ററിന്റെ അവസ്ഥയാണ്. അപ്പൊ ഈ തിയേറ്ററിന്റെ അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ്. ആക്ഷൻ പടം എന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പറയുന്നത് ആക്ഷൻ ഫാമിലി ഡ്രാമ എന്ന് ഞാൻ പറയാം. അല്ലല്ല, ഫാമിലി ഡ്രാമ വിത്ത് ആക്ഷൻ. അതെ, അതൊരു നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിൽ നിങ്ങൾ എത്ര ആക്ഷൻ സീൻ കണ്ടോ അത്രയേ പടത്തിലും ഉള്ളൂ. അതും അതിന്റെ പുറകോട്ടോ മുമ്പോട്ടോ ഇച്ചിരി പക്ഷെ മറ്റേ ഇതിൽ പറയുന്ന പോലെ ട്രെയിലർ കട്ട് ചെയ്ത് ചേട്ടൻ പഠിച്ചതാണ്. അതെ, ട്രെയിലർ കട്ട് ചെയ്ത് നല്ല പവറിലാണ്. അപ്പൊ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ പൊളി പരിപാടി, ആ മ്യൂസിക്കും ആ സാധനമൊക്കെ ഇട്ട് ആ ട്രെയിലറും കട്ടും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഫൺ അടി, പൊടിപാറ്റി അടി ഒന്നുമില്ല, അടി നടക്കുന്നുണ്ട്. അത് കൊറിയോഗ്രാഫിയും പരിപാടിയൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂറിന്റെ അവസാനമാണ്. അതെ, ഈ അടിയൊക്കെ വരുന്നത് വളരെ, ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ഗ്യാപ്പ് ഇട്ടാണ്. അപ്പൊ നമുക്ക് പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഫാമിലിയിലേക്ക് കയറി ചേരുന്നു. ആ ഫാമിലി നടക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നു. ബേസിക്കലി അതൊന്നും ഓവറാക്കി ചളവാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല. അവിടെയാണ് എന്റെ പ്രശ്നം. അതെല്ലാത്തിന്റെയും മീറ്റർ അണ്ടറാ, നമ്മൾ പറയുന്ന പോലെ ഓവറല്ല, അത് ഭയങ്കര അണ്ടറാ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അതിന് ഒട്ടും വർക്കാവുന്നില്ല. നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ അവര് ഈ പറഞ്ഞ പോലെ വെറുപ്പിച്ച് കൈ തരുന്ന വെറുപ്പിച്ചില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും ഡിസപ്പോയിന്റിങ്, അതായത് നമ്മളൊരു ഫൺ ആക്ഷൻ പടത്തിന് പോയിട്ട്
ആ എക്സ്പെക്ടേഷൻ ഇപ്പം 10 എക്സ്പെക്ടേഷൻ എങ്കിൽ 1% മീറ്റ് ചെയ്യുന്നു പോലല്ല, ഇത് ഒട്ടും മീറ്റ് ചെയ്തില്ല. ആകപ്പാടെ എനിക്ക് വർക്കായ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസിൽ കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അതും എൻറ്റയറിറ്റിയിൽ രസമില്ല, കുറച്ചധികം എന്തുവാടെ ഈ കാണിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞാൽ ഇരുട്ടായതുകൊണ്ടും ക്ലൈമാക്സ് നടക്കുന്നത് രാത്രി ആയതുകൊണ്ടും പാതി നമ്മളിങ്ങനെ ഇരുട്ടത്ത് കാണാതെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ പുള്ളി നല്ല റൈറ്റർ ആണ്, നമ്മുടെ സൗന്ദര്യ രാജ്. ജനറലി പുള്ളിയുടെ പടങ്ങൾക്ക്, പുള്ളിയും മറ്റേ രാജാണ്ടിക്ക് പടങ്ങൾക്ക് ഒരു ഫൺ എലമെന്റ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് റൈറ്റിങ്ങും ഫ്ലാറ്റ് ആണ്, ഡയറക്ഷനും ഭയങ്കര, എസ്പെഷ്യലി ഇതിന്റെ സ്റ്റേജിങ്, ഓരോ സീക്വൻസ് ഒക്കെ സ്റ്റേജ് ചെയ്യുന്ന കാണുമ്പം ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് പടം. അതുകൊണ്ടാണ് ഈ ജനറിക്നെസ് ഭയങ്കരമായിട്ട് തോന്നുന്നത്. പിന്നെ ഈ വില്ലൻ ഗുൽഷൻ ദേവയെ ആണെന്ന് ട്രെയിലറിൽ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി നല്ലൊരു ആക്ടറാണ്, പക്ഷെ പുള്ളിയുടെ റൈറ്റിംഗ് വൻ ഷോവാണ്. അതായത് ആ പുള്ളിക്ക് സ്ക്രീനിൽ വന്ന് നിന്ന് എന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഇല്ല. അല്ല, പടത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു ഹൈ മൊമെന്റ് വരും, അല്ലെങ്കിൽ പടത്തിനെ എലിവേറ്റ് ചെയ്യുക. നമ്മൾ ഈ ട്രെയിലർ കാണുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇത് ഫൈറ്റ് നടക്കും, ഒരു പാസ്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്താണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് മാത്രമേ നമുക്ക് അറിയാത്ത, ട്രെയിലറിലുള്ളതൊക്കെ തന്നെ. അതായത് ഇപ്പം പുള്ളിക്കാരത്തേക്ക് എന്തോ ഒരു പാസ്റ്റ് ഉണ്ട്, അത് മറച്ചു വെക്കുവാണ്, അത് ഗുൽഷൻ ദേവിയെ കയറി അപ്പൊ പുള്ളിയുമായിട്ടൊരു ക്ലാഷ് ഉണ്ടാവും. കുറെ പേര് പുള്ളിക്കാരത്തെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അതായിരിക്കും ഇൻട്രസ്റ്റ്, അതത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഈ ഫൈറ്റ് തുടങ്ങാനുള്ള ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഫൈറ്റ് തുടങ്ങാൻ നമുക്ക് നമ്മളൊരു അടിപ്പടം എന്ന് പറഞ്ഞ ട്രെയിലർ കണ്ടിട്ട് പോകുമ്പോൾ നമുക്ക് അടി നടക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അതെ അതെ. അപ്പൊ അത് ഇവിടെ അടി നടക്കുന്നുണ്ട്, അതങ്ങ് ഒരുപാട് നേരം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളിങ്ങനെ കുറച്ച് ടയർഡ് ആവും. അത്ര അതുപോലും ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇവര് ആ പോയിന്റ് അവർ സംസാരിക്കുന്നുണ്ട് ക്യാരക്ടേഴ്സ്, പക്ഷെ സ്ക്രീനിൽ അത് കാണുന്നില്ല. അതെ അതെ. അപ്പൊ ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മളിങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതിപ്പോ ഇതുവരെ സ്പോയിലർ ഫ്രീ ആയിട്ട് ഇനി പറയാം, കുഴപ്പമില്ല. ഇത് അടുത്ത തുടങ്ങാൻ ഇനി കൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ പടം കണ്ടിട്ട് വന്ന് ഒറ്റവാക്കി നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഒട്ടും വർക്കാത്തൊരു പടമാണ്. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ഞാൻ ആ പ്രതീക്ഷ എനിക്ക് ബേസിക്കലി പടം ഒരു 2 മണിക്കൂറത്തേക്ക് ചുരുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ വാച്ചബിൾ പടമായിട്ട് തോന്നും ആവരുത്. അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ സിനിമ. നിങ്ങൾക്ക് ആക്ഷൻ അവിടെ ഇവിടെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആ ആക്ഷൻസ് കണ്ടിട്ട് ഇറങ്ങിപ്പോവാം. പക്ഷെ ഇത് 2.5 മണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഡ്യൂറേഷൻ നമ്മൾ അറിയും. ഇപ്പം സ്പോയിലറിലേക്ക് കിടക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പറയുവാണ്, തിയേറ്റർ ഇതിന്റെ എക്സ്പീരിയൻസിനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. പ്ലസ് ഇതിന്റെ തമിഴ് ഡബും അത്ര ഇമ്പാക്ട്ഫുൾ അല്ല. ഈ ക്യാരക്ടേഴ്സ് പലരും നമ്മൾ ഗുൽഷൻ ദേവയൊക്കെ സംസാരിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ്, അതിന്റെ ടോണ് ഇന്റർനേഷൻ എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഏതൊരു പോയിന്റിൽ പുള്ളിയുടെ ഓട്ടോയിൽ നിന്ന് പുള്ളിയുടെ ശബ്ദം കേൾപ്പിക്കുന്ന അത് ആക്ച്വലി നമ്മൾ ഒറിജിനൽ സൗണ്ടിൽ കേട്ട പുള്ളിയുടെ സൗണ്ടിൽ കേട്ടാൽ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ഒരു ജനറിക് സൗണ്ട് വരുന്നു. അതാണ് അത് കേട്ട് നായക ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ നമ്മള് എന്താണ് ഞാൻ വിചാരിച്ചത് ആദ്യം മറ്റേ ഇവരെ ഡിഫൈൻ ചെയ്യും, ഇതിപ്പം നക്സൽസ് ആണോ അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ഉണ്ട് അവരുടെ, ഒരു കോമൺ ഒരു ഇവർ അത്രയും പോലും ഡീറ്റെയിലേക്ക് അവർക്ക് പോകുന്നില്ല. ഇത് കുറച്ചധികം ജനറിക് ആക്കി എല്ലാം നമ്മൾ ഇപ്പുറം നിന്ന് കണ്ടോണ്ടിരിക്കുന്ന പോലെ സംഭവം നമുക്ക് അതിനകത്ത് പോകാൻ പറ്റത്തില്ല. ഒന്നിനും ഡീപ്പായിട്ട് പരിപാടിയാണ്. അപ്പം അവര് കമ്മിറ്റ് ചെയ്തിട്ടില്ല ഈ പടത്തിലേക്ക്. ഇതാണ് നമ്മുടെ പടം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതുപോലെ തന്നെ അതായത് എനിക്ക് തോന്നിയത് അവർക്ക് ആക്ഷൻ പടം ഉണ്ടാക്കണം, എന്നാൽ അത് ഫാമിലി കൂടെ കാണാൻ പറ്റുന്ന ടൈപ്പ് പടം ആവണം. ഇങ്ങനത്തെ എന്തോ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പടത്തെ അവർ അപ്രോച്ച് ചെയ്തേക്കെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ്. ഇൻഫാക്ട് ഇതിന്റെ മെസ്സേജിങ് ഇല്ല. ഇതിപ്പം കുടുംബ കുത്തുവിളക്ക് എന്നതിന്റെ റീഡിഫൈനിങ്, അതായത് ഇങ്ങനെയാണ് ഒരു നല്ല മരുമകൾ എന്നുള്ള ഇതുവരെ ഇക്കാലം കണ്ട ഡെഫിനിഷൻ അല്ലാതെ ഒരു ഡെഫിനിഷൻ. അതായത് മഹാലക്ഷ്മിക്ക് പകരം കാളി എന്ന സംഭവം പോലും അത് ഇൻകംപ്ലീറ്റ് ആണ്. ലാസ്റ്റ് ഒരു സീൻ ഉണ്ടാക്കി ഇതെല്ലാം പറഞ്ഞു. അതല്ലാതെ നമുക്ക് വിഷ്വലി ഇത് പറയാനോ ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഷോട്ട് ഉണ്ട്, നായ തിരിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് 2 തവണ റിപ്പീറ്റും ചെയ്തിട്ടുണ്ട്. സാധനം മതിയായിരുന്നു. പക്ഷെ അത് ട്രെയിലറിലും വെച്ചിട്ടുണ്ട്. ഈ എലമെന്റുകളെല്ലാം ഇപ്പൊ ഇങ്ങനെ പടത്തിൽ ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട്. അതെ, ഇങ്ങനെ സ്കാറ്റേർഡ് കിടക്കാണ്. അതുപോലെ ഒരു പ്രധാന എലമെന്റ് ഉണ്ട്, അതായത് തുടക്കം തൊട്ട് ഈ വില്ലൻ നായികയെ ഹൈപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് നീ മറ്റേ പടത്തില് ലിയോയിൽ പറഞ്ഞ പാർത്തിവരായിരുന്ന 4 പേർ പോലും ലിയോ വാർത്ത ഊരെ വാലും 10 പറയുന്നത് അതേ സാരം ഇവിടെ വില്ലനും ഒരു ഹൈപ്പ് കൊടുക്കും. ഹൈപ്പ് കൊടുക്കും. അതായത് നീ അവളെ പോയി തട്ടാൻ നോക്ക്, അപ്പൊ തട്ടിയാതെ അവളല്ലെങ്കിൽ തീരും തട്ടിക്കളയാൻ നിനക്ക്. അവളാണെങ്കിൽ നീ തീരും എന്നുള്ള ഒരു എലമെന്റ് ഉണ്ട്. പക്ഷേ ജാൻസി എന്നാണ് ക്യാരക്ടറുടെ പേര്, പാസ്റ്റിലെ പേര്. അതെ. ഇപ്പൊ ഈ ജാൻസിക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു റീസണിങ്
ഒന്നെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഈ പറയുന്ന ജോൺ വിക്കി പറയുന്ന ഒരു പെൻസിൽ കൊണ്ട് 3 പേരെ തട്ടിയ ആളാ എന്നുള്ള ഒരു ഒറ്റ വാക്ക്, ഒരു പഞ്ച് ഡയലോഗ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതൊരു കഥ പറയും, ഒന്നൊന്നര കഥ. അതെ, കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് കേട്ടോ. അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഓടിപ്പോകുന്ന സംഭവം. അത് കൂട്ടുകാരോട് പറയുന്ന സാധനം. അത് തന്നെ, കൂട്ടുകാരോട് ഞാൻ വിചാരിച്ച യൂഷ്വലി ഈ ടെംപ്ലേറ്റിൽ വന്ന് വീഴുന്നത് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലാണ് ഈ ഫ്ലാഷ് ബാക്ക് വരുന്നതും. ഇത് ഇന്റർവെല്ലിന് മുമ്പ്, ഇന്റർവെല് തന്നെ ഈ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു നിൽക്കുമ്പോൾ ഇന്റർവെൽ ആണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്നിട്ട് അതേപോലെ ഓക്കെ നക്സൽസിന്റെ കൂടെ പോയിട്ട് അവര് പിടിച്ച് ബാഗ് പിടിച്ചിരിക്കും, പാറപ്പുറത്ത് തിരിച്ചു ഒരാളെ ചാൻസ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഒരു, അതായത് ആ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുമ്പം ഇവർക്ക് ഇങ്ങനെ ഒരു കഥ പറയണമെന്നില്ല, നമ്മളെ ഒരു സീക്വൻസ് കാണിച്ചാൽ മതി. അതായത് ഇവര് ഈ ജാൻസി ആയിട്ടുള്ള ഒരു സീക്വൻസ് ഫ്ലാഷ് ബാക്കിൽ വെച്ചാൽ മതി. അതെ, ഇവരെല്ലാം പേടിച്ച ഒരു സിറ്റുവേഷനിൽ ജാൻസി ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞ് ജാൻസിയെ എല്ലാവരുടെ ഒരു ബഹുമാനം വരുന്നു. അപ്പൊ ചിലപ്പോ വില്ലിന്റെ പ്രേമലൈനൊന്നും വേണ്ട, എന്നാലും അങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പം അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നതും ജനറിക് അല്ലേടാന്ന് ചോദിച്ചാൽ ജനറിക് ആണ്, പടം ജനറിക് ആണ്. പക്ഷേ ഇപ്പൊ ഈ നമ്മൾ സ്ക്രീനിൽ കണ്ടതിനേക്കാൾ ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ പറയാം. അതെ, ബെറ്റർ ജനറിക് പടം. അതെ, ബെറ്റർ ജനറിക് പടം. അങ്ങനെ അത് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതായത് എനിക്ക് ഒരുപാട് പോയിന്റ്സിൽ രസകരമായ ഒരു സീൻ, ഇപ്പൊ ഈ പടത്തിൽ ഇവർ ത്രൂ ഔട്ട് ഒരു ഫാമിലി കോമഡി ഉണ്ടാക്കാൻ, എനിക്ക് ബേസിക്കലി അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഐഡിയ ഏതാ. അതായത് ഇവിടെ ഇവളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഈ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ ആ ലൈനല്ല വർക്ക് ആവുന്നത്. ഇവള് ഫാമിലിയുടെ ഒരു ചേസ് സീക്വൻസ് നടക്കുമ്പോഴേ ഫാമിലി ഉണ്ട് അതിനകത്ത്. അതായത് ഈ നമ്മുടെ വീരം എന്ന് പറഞ്ഞ മറ്റേ അജിത്തിന്റെ പടമാണ്, അതിലൊരു സീനുണ്ട്. അതായത് വില്ലന്മാർ ഈ ഫാമിലിയെ കൊല്ലാൻ വരുന്നു. ഇത് അറിഞ്ഞിട്ട് അജിത്ത് ഒരു തിരുവിഴ നടക്കുന്നിടത്ത് ഇവരറിയാതെ, ഈ ഫാമിലി ഒട്ടും അറിയാതെ ഇത് ഹാൻഡിൽ ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് കത്തി പരിപാടിയൊക്കെ ആണെങ്കിലും അതിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. അതായത് ഫാമിലി ഇത് അറിയുന്നില്ല, ഫാമിലിയുടെ മുമ്പിൽ ഇത് ഡിസ്പ്ലേ ചെയ്യാനേ പാടില്ല. അപ്പൊ ഈ എലമെന്റിന് ഈ പടത്തിനകത്ത് അത്രയും സുതാര്യമായി അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ സുതാര്യമായിട്ടാണ്. അപ്പൊ ഒരു ചേസ് സീക്വൻസിൽ ഫാമിലി ഉൾപ്പെടെ കാറിൽ വെച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും ഇവര് എവിടുന്ന് നീ പഠിച്ചു, നീ എവിടെ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിച്ചു പഠിച്ചു. അത് ഭയങ്കര ഇങ്ങനെയൊക്കെ ഇത് ഡീൽ ചെയ്ത്. മാത്രമല്ല ഇപ്പം ഈ ബാഹുബലിക്കകത്ത് മറ്റേ പുള്ളി കൊണ്ട് മറ്റേ ആൾക്ക് ഒരു കത്തി കൊടുത്തിട്ട് നീ ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധനം പറഞ്ഞിട്ട് അവൻ ചാടിയൊക്കെ പോവാ ബാഹുബലി ജെല്ലി കൂടെ. അപ്പം എന്നിട്ട് ഇവൻ ഈ കത്തി ഹാൻഡിൽ ചെയ്ത് ഇവനാ വീര്യം വരുവാണ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു കൊച്ചിനടുത്ത് തേങ്ങ ഉരുട്ടി അടിക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുള്ള അതിനെ വെച്ചൊരു എന്തായാലും ആക്ഷൻ പടവാ. നമ്മുടെ ഉള്ളത് തേങ്ങ വെച്ച് അടിക്കുന്ന ഒരു സീനാണ്. എന്നാൽ അതിലെന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഫീലിലല്ല അവർ ചെയ്ത് അത് എടുത്തു വെച്ചു എന്നുള്ള ഇങ്ങനെ എഴുതി കൊടുത്താൽ അതങ്ങനെ എടുത്തു വെക്കുന്നു. തേങ്ങ വെച്ച് അടിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന മേളിൽ നിന്ന് ക്യാമറ വെച്ച് അതങ്ങ് എടുത്ത് തരാം, നമുക്ക് എന്നിട്ട് നാളെ ലഞ്ച് ബ്രേക്ക് അടിക്കാൻ. അതിലൊരു കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, ഇവ ചേസ് ഇൻട്രസ്റ്റിംഗ് ആക്കാനോ എനിക്ക് ഈ ഫൈറ്റ് സീനായിട്ട് കാണുമ്പോൾ അത് തന്നെ. അതും എനിക്ക് മറ്റേ ക്ലൈമാക്സിന് മുമ്പ് ഒരു സാധനമുണ്ട്. ആ ബസ്സിൽ വെച്ചിട്ട് അങ്ങനെയാണ് 3. അതായത് ഫസ്റ്റ് സംഭവം, അതായത് ഇവള് മറ്റേ ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വീട്ടിനകത്തേക്ക് വരാൻ നിൽക്കാതെ പുറത്തോട്ട് ആ സംഭവം, ആ ഡിസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് പുറത്തോട്ട് ഇത് കറണ്ട് എടുത്തോണ്ട് പോവാ. അതായത് എനിക്ക് തോന്നി പുള്ളി ഇനിഷ്യലി എഴുതിയ വേർഷൻ ഓഫ് സ്റ്റോറിക്കകത്ത് കുറച്ചധികം ഇപ്പൊ മെയിൽ ആക്ഷൻ ഫാമിലി പടം ഫീമെയിൽ ആക്കിയ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഫീമെയിൽ ഡയറക്ടർ വരുമ്പോൾ ഉള്ള ചേഞ്ച് അല്ലേ ഇത്, കുറച്ചുകൂടെ ഫാമിലി എലമെന്റ്സ് വരും. ഇപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു വേസ്റ്റ് പടമാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ പോസിറ്റീവ്സ് എടുത്തു വെച്ച പടമല്ല. 2 ടൈപ്പ് പടങ്ങളുടെ കൊളാബറേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച ഒരു നമ്മൾ ചില പോയിന്റ്സിൽ എത്തുമ്പോഴത്തേക്കും ഈ മൊമെന്റ് പുള്ളിയുടെ വേർഷൻ ബെറ്റർ ആയിരിക്കും, പക്ഷെ ഇവര് ചൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ രാജിന് ആക്ച്വലി ഈ ഡാർക്ക് കോമഡി വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതാണ് പുള്ളിയുടെ എന്താ പറയാ USP ഈ ഡാർക്ക് കോമഡി എന്നുള്ളതാണ്. ആ എലമെന്റിന് ഈ പടത്തിൽ ഇല്ല. അതേ പറഞ്ഞു. മറ്റേ ഒരു സീൻ വരും, അപ്പൊ ഇതില് ഒന്നെങ്കിൽ ഡാർക്ക് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇവർ ആ മൊമെന്റിനെ എടുത്ത് ഫാമിലി ഫ്രണ്ട്ലി ആക്കി. പക്ഷെ അതിന്റെ ബെറ്റർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ അങ്ങനെ. അപ്പൊ എല്ലാ സീൻ വരുമ്പോൾ അതിന്റെ വേസ്റ്റ് പീസ് ഇതിനകത്ത് ത്രൂ ഔട്ട് മറ്റേ ഒരു കോമഡി, ഒരു കൂട്ടുകാരി ക്യാരക്ടർ, അത് ഏറ്റവും മോശം റൈറ്റിംഗ് ആണ്. കൂട്ടുകാരി ക്യാരക്ടർ ഈ കൂട്ടുകാരിക്ക് വേണ്ടി ചെയ്യുന്നു പറഞ്ഞൊരു കഥ, ആ കോമഡി അതൊട്ടും കൺവിൻസിങ്ങും വർക്കിംഗ് ഒന്നും അല്ല ആസ് എ പരിപാടി. അത് തെലുങ്ക് നാട്ടിൽ അത് ഓടും. തെലുങ്കില് അവിടുത്തെ ഒരു നോർമൽ പടത്തില് ഇതൊക്കെ കുറച്ച് കോമൺ സംഭവം. അപ്പൊ എനിക്കത് കണ്ടുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി
ഇത് അവർക്കുള്ള ഐറ്റമാ ഏതാ ഇങ്ങനത്തെ പരിപാടികൾ. മനസ്സിലായി. പക്ഷെ ഇത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, എനിക്ക് ഈ എലമെന്റ് വരുന്നതല്ല വിഷയം, അതിന്റെ ഹാൻഡ്ലിങ്. ഈ തമാശയും വർക്ക് ആവുന്നില്ല. ആ ക്യാരക്ടർ വന്ന് ഈ കണവണയൊക്കെ നടത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഒന്നാമതിനെ ഉറക്കപ്പിടിച്ചിരിക്കുവാണ്. അപ്പൊ എന്തെങ്കിലും രണ്ടടി നടക്കുമെന്ന് വിചാരിച്ചാൽ നല്ല നല്ല ഊണും ഗംഭീര ഊണും ബീഫ് ഫ്രൈയും ചെമ്മീൻ റോസ്റ്റും, പിന്നെ ഞാനവിടെ 2 ഗ്ലാസ് പായസം കുടിച്ചതിന്റെ കൂട്ടത്തിൽ മാങ്ങാ പച്ചടി, ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നല്ല ഒരു ശരീരം അനക്കാൻ വയ്യ. അതെ, നമ്മളിങ്ങനെ ബ്ലാസ്റ്റ് നടക്കണം. അതെ, നമുക്ക് അനക്കാൻ വയ്യ. ഞങ്ങൾക്ക് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് തിയേറ്ററിൽ നടക്കാൻ വയ്യായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ കുറെ നേരം നിൽക്കുക അവിടെ ഇങ്ങനെ. അതായത് എനിക്ക് നീങ്ങാൻ വയ്യ, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ തീരാതെ അവിടെ ഇരിക്കുക. അപ്പൊ നമുക്ക് സൗണ്ട് കണ്ടപ്പോ തന്നെ അപ്പൊ തന്നെ പാതി കൂടി പോയി. അപ്പൊ നമ്മള് എന്നാ ഉറക്കം വൈകി പിടിക്കാതെ ഇരുന്നാലും ഉറങ്ങിയില്ല കേട്ടോ. നമ്മള് പടം മൊത്തം കണ്ടു, ഞങ്ങൾ ഉറങ്ങില്ല. അപ്പൊ നമുക്ക് സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ ഇതൊക്കെ അങ്ങനെ മറന്നു പോകും. നമ്മൾ അതൊക്കെ മറന്ന് കുറച്ചുകൂടെ അതിനകത്ത് ഇന്നാവും. ഇത് നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. എനിക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് വിശാലം നോക്കാം. ഞാൻ പല സീനും കണ്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്കത് ഒട്ടും അങ്ങോട്ട് വർക്കാവുന്നില്ല പടം. ഞാനിങ്ങനെ എടാ ഇത് നമ്മൾ ഈ ട്രെയിലർ കാണും. അതായത് എൻ്റെ മനസ്സിലില്ലേ ഒരു നല്ല പടം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഈ പടം കാണാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പം എനിക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഓക്കെയാണ്, ഇത് ഓക്കെയാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് പുള്ളിയെ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ എനിക്കറിയാം തീർന്നു. അല്ല അത് ഞാൻ പറഞ്ഞു, ഇത് ഈ സിനിമ ഒരു നല്ല പടമാക്കി മാറ്റാം. അതായത് എവിടെ എഴുത്തിൻ തുടങ്ങിയാൽ മതി. മറ്റൊരു കുടുംബത്തിലെ സെക്കൻഡ് മരുമകളുമായിട്ടുള്ളൊരു മത്സരമുണ്ട്. അപ്പം ആ എലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മത്സരത്തിനോട് ഈ സെക്കൻഡ് മരുമകൾ ഈ മരുമകളുടെ കഴിവുകൾ കണ്ട് ഞെട്ടുന്ന, ഈ ഫൈറ്റ് കഴിവുകൾ കണ്ട് ഞെട്ടുന്ന ഒരു സീക്വൻസിൽ കൊണ്ട് അത് എൻഡ് ചെയ്യും. അതാണ് ഒരു ജനറിക് ലൈൻ. അതിവർ പിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് പറയാം. പക്ഷെ അതിനു പകരം ഈ ചെട്ടിനാട് അതായത് തിരിച്ച്, അതായത് ഇന്ന് പ്രോഗ്രസീവ് അല്ല എന്ന് പറയുന്ന എലമെന്റ്സിൽ കൊണ്ടാണ് ഇവർ പറഞ്ഞു നിർത്തുന്നത്. ഒരു പരിധി വരെ അവരതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ എനിക്ക് നല്ലൊരു കുടുംബവും സാധനം ഉണ്ടായിട്ടില്ല, അപ്പം ഇതൊക്കെ ആയിരിക്കും നല്ല കുടുംബത്തിൽ, ചെട്ടിനാട് ചിക്കൻ കറിയാണ് നല്ല കുടുംബം എന്നുള്ള സെറ്റപ്പിലേക്ക് അവർ പറഞ്ഞു നിർത്തുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവില്ല ഈ പടം ഈ കാളി എലമെന്റിലേക്ക് എത്തുന്നില്ല. അതായത് ഇവര് പറയുന്ന ഈ വിഷൻ ആരുടെ വിഷനാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓരോ പോയിന്റിലും ഈ ഒന്നീ റൈറ്ററിന്റെയും ഡയറക്ടറുടെയും വിഷൻസ് ഇങ്ങനെ മാറി വന്നിട്ട് ഒരു പോയിന്റിൽ കൊണ്ട് ഓക്കെ കാളി എന്ന് പറയുമ്പോൾ നമ്മളത് വന്നിങ്ങനെ കണക്റ്റായി ഹൈലല്ല, ഇതെന്ത് ഇതിപ്പോ ഇങ്ങനെ ഇതുവരെ ഇതല്ലല്ലോ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് പടത്തിൽ. എനിക്ക് പേഴ്സണലി വളരെയധികം നെഗറ്റീവ് അടിച്ചു പടം കണ്ടുകൊണ്ടത്, ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ എണ്ണി പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ പടം വർക്കായില്ല, ബേസിക്കലി ഒന്നും വർക്കായില്ല, എക്സൈറ്റിംഗ് അല്ല. അതായത് റൈറ്റിംഗ് തൊട്ട് റൈറ്റിംഗ് രസമായിട്ട് തോന്നില്ല, ഭയങ്കര അൺഫിനിഷ്ഡ് റൈറ്റിംഗ് ആണ്. പിന്നെ ഡയറക്ഷനും സ്റ്റേജിങ്ങും ഭയങ്കര വീക്കായിട്ട് തോന്നി. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ OBV എന്ന് പറഞ്ഞാൽ ബെറ്റർ പടമാണോ എനിക്കറിയാം. ബെറ്റർ പടമാണ്. അത് മാത്രമല്ല ഈ സിനിമ OTT-ലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കണ്ടു നോക്കുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രശ്നം തോന്നാൻ ചാൻസ് കുറവാണ്. ബാക്ക്ഗ്രൗണ്ട് മൂവി, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വേറെ ആക്ടിവിറ്റീസ് ഇടയ്ക്ക് ഇങ്ങനെ കുറെ കൂടെ പോകും. അപ്പൊ എന്തെങ്കിലും ബോറടിക്കുന്ന സാധനം വന്നാൽ വേറെ അല്ല. എനിക്ക് മനസ്സിലായത് ചേട്ടാ അങ്ങനൊന്നും അല്ലെങ്കിലും ഇപ്പൊ ചുമ്മാ ഈ പോപ്കോൺ പടങ്ങളുണ്ട്, അതായത് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ പരിപാടിയില്ലേ. അല്ല, പക്ഷെ ഈ പോപ്കോൺ കഴിക്കുമ്പോഴേ എന്റെ പ്രശ്നം സിനിമയിലൊന്നും സംഭവിക്കുന്നില്ല. ഇല്ല, അതാ പറഞ്ഞ ഈ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിന് ഇതേപോലെ ഒരുപാട് ജനറിക് പടങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാം, നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ തരുന്നില്ല, നമുക്ക് വലിയ ഹൈയോ പരിപാടിയൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ അങ്ങ് ഇരിക്കാം. ഇങ്ങനെ അങ്ങ് പോവാ. ഇതുപോലെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട്. അതേപോലത്തെ ഈ സെയിം ടെംപ്ലേറ്റിൽ ഈ സെയിം ഫോർമാറ്റിലുള്ള ഒരുപാട് പടങ്ങൾ. ആ ലൈനിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചുപേര് ചിലപ്പോൾ ഇത് എൻജോയ് ചെയ്തേക്കാം, ചിലപ്പോൾ ആയിരിക്കാം. ബട്ട് എനിക്ക് ഈ ലൈൻ പടങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഞാൻ 2.5 മണിക്കൂർ വേസ്റ്റ് ചെയ്തു ഫീൽ വരും. അതായത് ഇതിനകത്ത് എനിക്ക് ഇൻവോൾവ് ആകാനൊന്നുമില്ല. അപ്പം ഈ ഡിസപ്പോയിൻമെന്റിന്റെ മേജർ റീസൺ ആ ട്രെയിലറാണ്. ആ ട്രെയിലർ കണ്ടിട്ട് പ്രതീക്ഷിച്ച് പോയ പടമല്ല. ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലൊക്കെ ആവണേലും ഈ ട്രെയിലർ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം എടാ ഇത് ജനറിക് പടമാണ്, എനിക്ക് അത്ര വർക്കായാലേ അന്നേ ഉള്ളൂ. അതായത് ഇതൊരു തെലുങ്കിലൊക്കെ ഇറങ്ങുന്ന ഒരു കുടുംബ ചിത്രം. തെലുങ്കിൽ പണ്ടിപ്പം മേജർ ആക്ടേഴ്സ് NTR എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബ ചിത്രം. അവരുടെ ഒരു ടിപ്പിക്കൽ ഫാമിലി ഇൻവോൾവ് ആകുന്ന പടം. അതായത് തെലുങ്ക് സിനിമയിൽ എപ്പോഴും, അതായത് ഞാൻ കണ്ടുള്ളത് ഒരു മെജോറിറ്റി മെയിൻ ആക്ടേഴ്സ് എല്ലാം വരുന്ന പടത്തിൽ ഒരു വലിയ കൂട്ടുകുടുംബത്തിന്റെ ഒരു സംഭവം ഉണ്ടാവും. പടത്തിൽ മെജോറിറ്റി സമയം നമ്മൾ ആ വീടിനകത്തായിരിക്കും. അത് വലിയൊരു വീടായിരിക്കും.
പക്ഷെ അതിൽ പോലും ഇപ്പൊ ആ വീട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു മെമ്മറബിൾ ക്യാരക്ടർ ഇല്ല, ഒറ്റ ഒരെണ്ണം പോലും ഇല്ല. അതായത് അമ്മ ക്യാരക്ടർ ജനറിക്കാണ്, അമ്മമ്മ ജനറിക്കാണ്, പെങ്ങള് ജനറിക്കാണ്. പെങ്ങള് കുറച്ചും കൂടെ ഇതുണ്ട്, എന്നാലും ജനറിക് പെങ്ങളാണ്. അച്ഛൻ ജനറിക്ക്, ഈ അച്ഛൻ ചെയ്യുന്ന ആക്ടിവിറ്റി ഇപ്പോൾ ഏറ്റവും ബേസ് റേറ്റിംഗ്. അതായത് അച്ഛന് ഒരു എതിരാളിയുണ്ട്, ആ പുള്ളിയുടെ എന്തോ ഒരു സ്കാം, ഇതെല്ലാം ചുമ്മാ ഇങ്ങനെ ഒന്നിനും ഒരു ഡീറ്റെയിൽ ഇല്ല, ഭയങ്കര ബേസ് റേറ്റിംഗ്. അപ്പം അത് ഒട്ടും സിമ്പിളായിട്ട് നമ്മളിപ്പോ ഒരു ഐഡിയ നമുക്ക് ആദ്യം സ്ട്രൈക്ക് ആകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു ഐഡിയ അത്രേ ഉള്ളൂ. അതായത് അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് അവർ പോകും. അതായത് നിങ്ങൾക്കൊരു കഥ ഇപ്പൊ ഉണ്ടാക്കണം സിമ്പിളായിട്ട്. നിങ്ങൾ കണ്ട ഒരു ഭാഷയുടെ കഥ നിങ്ങൾ ഫീമെയിൽ വേർഷനെ വെച്ച് ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കഥ പറയുന്നത്. അതായത് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടി അവരുടെ ഭാഷയുടെ തുരത്തിക്കൊണ്ട് വരുന്നു, തുരത്തി വരുന്നു, ഇവിടെ നേരെ ഫൈറ്റ് ചെയ്യുന്നു, വീട്ടുകാരെ ആദ്യം ഇത് മറച്ചു വെക്കുന്നു, പിന്നീട് വീട്ടുകാരെ ഇത് റിവീൽ ചെയ്യുന്നു. ഫൈനലി വീട്ടുകാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വില്ലന്മാരെ ഫൈറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഇനിഷ്യലി പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ പറയുന്ന ഈ ഒരൊറ്റ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പുള്ളിക്കാരത്തി പാസ്റ്റ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു എന്ന് പറയുമ്പം മിനിമം അത് ഫീൽ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി പാസ്റ്റില് കാട്ടില് ദുരിതം അനുഭവിക്കുമ്പോഴും വളരെ മെയ്ഡപ്പ് ആണ്, ഇത് ഒരു പോളിഷ്ഡ് ആണല്ലോ. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ ഒരു സാധനം ഈ കയറി പിടിച്ച് കയറി വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ട് തരുന്നില്ല. ഞാൻ ഒരു തൂവാലെങ്കിലും കിട്ടിയിരുന്നേ കയറി അത് കയറി പോകാന്ന് വിചാരിച്ചിരിക്കുക. ഉറക്കം വരുന്നുണ്ട്, പിന്നെ എന്നാലും എന്തെങ്കിലും ഒരു എലമെന്റ് കിട്ടിയാൽ ഒരു രസവായന എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ സ്പോർട്സ് ഉണ്ട്, നല്ല പരിപാടികളുടെ. പക്ഷെ എന്തെങ്കിലും നടക്കും എന്നുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ഒന്നും നടക്കാത്തത് കൊണ്ടും നമ്മൾ ഈ ട്രെയിലർ കാണിച്ച് നമ്മളെ പറ്റിച്ചു എന്നുള്ള ഫീൽ കാരണം ദേഷ്യമായി പോയി എനിക്ക് പടത്തിനോട്. അതുകൊണ്ടും കൂടെയാണ് ഇപ്പം ഇത് കുറച്ച് ഡിസപ്പോയിന്റിങ് എന്ന് വേണേൽ പറയാം. പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഡിസപ്പോയിൻമെന്റ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തെലുങ്കോടെ എന്നെ മുഷിപ്പിച്ചു എന്നുള്ളത് എനിക്കൊന്നും വിഷയമില്ല. പിന്നെ ഈ പാട്ട് നമ്മൾ തെലുങ്ക് പടത്തിൽ പൊതുവെ 2 പാട്ട് വന്ന പാട്ടെങ്കിലും കേട്ടിരിക്കാന്നുള്ള സെറ്റപ്പുള്ള അങ്ങനെ മെമ്മറബിൾ പാട്ടില്ല. ഈ പറയുന്ന പോലെ ഹസ്ബൻഡ് ക്യാരക്ടർ ഇപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്താലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ഹസ്ബൻഡ് ക്യാരക്ടറൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് മറന്നു അങ്ങനത്തെ സാധനം. അപ്പൊ അത് ഒരു തരത്തിലും എനിക്ക് കണക്ട് ചെയ്യാൻ, അതായത് സത്യം പറഞ്ഞാൽ ഇത് എടുത്ത സമയത്ത് ഇവർക്ക് മനസ്സിൽ സാമന്തയ്ക്ക് ഒരു 3 ആക്ഷൻ സീക്വൻസ് നമ്മൾ ചെയ്യുന്നു, അതെ അത് വെച്ച് നമ്മളിത് മാർക്കറ്റ് ചെയ്യുന്നു, അത് വെച്ച് ആൾക്കാരെ കൊണ്ടുവരുന്നു, അതിനകത്ത് ബാക്കി എന്തെങ്കിലും ആൾക്കാർ ഇഷ്ടപ്പെടട്ടെ. ഈ അപ്പുറത്തിപ്പുറമുള്ള ഫില്ലർ കുറച്ചാലും മതി. ഈ പറയുന്ന പോലെ രണ്ട് കൂടുതൽ ഈ സെയിം പടത്തെ കട്ട് ചെയ്ത് 2 മണിക്കൂറിലേക്ക് ഒന്ന് ചുരുക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിനെ ആൾക്കാരെ കണ്ട് അങ്ങോട്ട് മറന്നുവിടും. അങ്ങനത്തെ പടം. ഇപ്പം ഒരു സീക്വൻസ്, അതായത് ഭർത്താവിന്റെ അച്ഛനെ രക്ഷിക്കുന്ന സീക്വൻസിൽ ഒരു ബസ് ഫൈറ്റ് ഉണ്ട്, അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് അതിൽ നമ്മൾ ഇൻവോൾവ് അല്ല, ബട്ട് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഈ ഫൈറ്റ് സീക്വൻസ് ഇൻഡിവിജ്വൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് രസമുണ്ട്. പിന്നെ ഈ ക്ലൈമാക്സിൽ കുറച്ചധികം പരിപാടികളുണ്ട്, അതിനകത്ത് പോലും നമുക്ക് വർക്കാവാത്ത ഒരുപാട് രണ്ട് സൈഡ് ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇനി നമ്മൾ ലോഡ് ചെയ്ത് എന്തോ പരിപാടി കമോൺ എന്ന് പറഞ്ഞ പരിപാടിയിൽ ലോഡ് എടുക്കും. 2 വെടി വെച്ച് കഴിഞ്ഞിട്ട് സമ്മതം ഇരിക്കുമ്പോൾ പറയും ഉണ്ടയൊക്കെ തീർന്നു പറയും. അതെ, 2 വെടി വെച്ച് സമ്മതൊക്കെ തിരിച്ചുകൂടി ഇട്ട് ആടെ ഉണ്ടയെല്ലാം തീർത്തു പോയി. അപ്പൊ തന്നെ സമ്മതം പറയാം ഇനി നിങ്ങൾ പോയി, നിങ്ങൾ ഓടിച്ചിരുന്നു, ഞാനിത് ഹാൻഡിൽ ചെയ്യാം. അത് ഓരോരുത്തരെ പറഞ്ഞു വിടും. ഇവര് ഗെയിമിന്റെ വാതിക്കാൻ എന്നിട്ട് അവളെ സഹായിക്കാൻ പോകണം എന്ന് പറഞ്ഞ് തിരിച്ചു വരും. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പം എപ്പോഴും ഇത് കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയത് 2 ആളുകളുടെ ഐഡിയാസ് ഇങ്ങനെ ക്ലാഷ് ആയി, എന്നിട്ട് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിനൊന്നും ഒരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് 2 ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട എടുത്തോ. ഈ വില്ലനൊക്കെ ആക്ച്വലി ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല. നമ്മളറിയത് വില്ലന്റെ പരിപാടി, ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്, ഞാൻ കാർ എടുത്തോണ്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറ്റാൻ പോകും, എന്നിട്ട് നായികയെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വില്ലൻ സ്വയം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. വില്ലൻ ഈ പറഞ്ഞാൽ ഞാൻ എന്തിനാ ഇപ്പൊ ഈ കാർ എടുത്തോണ്ട് ഇടിച്ച് വീടിനകത്തെ കയറ്റി വന്നതൊക്കെ അറിയോ, ഇങ്ങനെയൊക്കെ സംസാരിക്കും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല, വില്ലൻ വീട്ടിൽ വരുന്ന ഒരു സീക്വൻസ് ആണ്, അത് ആക്ച്വലി ടെൻഷൻ. അതായത് ഈ പടം മൊത്തം ഒരു കല്യാണത്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ആ കല്യാണത്തിൽ വില്ലൻ വരുന്നു. അപ്പൊ നമ്മള് ആലോചിക്കുവാണെങ്കിൽ അതൊരു നല്ല സീനാണ്. ഇവർക്കൊരു ഡൗട്ട് ഉണ്ട്, അത് ഈ നായിക ഇത് കണ്ട് പേടിച്ചാൽ പുള്ളിക്കാരത്തിന് ഒരു ട്രഡീഷണൽ നായികയാവും. പക്ഷെ നായിക ആ സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ 2ന്റെ ഇപ്പൊ ഇടയ്ക്ക് നിൽക്കുക, 2ഉം അല്ല ഇത്. ഇപ്പൊ വില്ലൻ ഇങ്ങനെ വന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വില്ലനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നായികയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു ലൈൻ. അപ്പൊ നമ്മളും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒന്നും സംഭവിക്കുന്നത് വില്ലൻ അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സീക്വൻസ് മുഴുവൻ പിന്നെ എന്തിനാ എടുത്തത്? നമ്മൾ വില്ലൻ വീട്ടിലേക്കുള്ള വഴി അറിയാമെന്ന് പറയാനാണോ എന്താന്ന് തുടങ്ങി പിന്നൊന്നുമില്ല.
അങ്ങനെ ഇപ്പൊ ശരിയാവും നമ്മൾ അവസാനം വരെ വെയിറ്റ് ചെയ്യും, ശരിയാവുന്നില്ല, അവരങ്ങനെ ചെയ്ത് മാറ്റാണ്. ഷൂട്ട് ചെയ്ത് മാറ്റി, എഡിറ്റ് ചെയ്ത് മാറ്റി, ഒരു പടമാക്കി മാറ്റി എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന നേരത്തെ പറഞ്ഞാൽ പോസിറ്റീവ്സ് ഇത്രയേ ഉള്ളൂ. ഈ 3 ഫൈറ്റ് സീക്വൻസിന്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പരിപാടി. പിന്നെ ഡയലോഗില് ഈ പറയുന്ന ഡബിങ്ങിന്റെ വലിയൊരു സീൻ കാണല്ലോ. ഇപ്പൊ തമിഴ് ഡബ് ചെയ്തതിലും തമിഴ് റൈറ്റിംഗ് ചിലപ്പോൾ മോശമായതായിരിക്കും, തെലുങ്കിൽ ഗംഭീര സിനിമയായിരിക്കും, പക്ഷെ തമിഴിൽ എഴുതി വന്നപ്പോഴത്തേക്കും വളരെ പ്ലെയിൻ ഡയലോഗ്സ് ആയത് ഒരു റീസൺ ആവാം. അതായത് സാമന്ത ഒരു സീനിൽ പറയുന്നുണ്ട്, മറ്റേ പയ്യൻ അവനെങ്ങനെ നീ പേടിച്ചു പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, നല്ല പഞ്ചുള്ള ഡയലോഗ് പറഞ്ഞാൽ തന്നെ പേടിച്ചു. അവൻ പഞ്ചുള്ള ഡയലോഗ് ഒന്നും പഞ്ചുള്ള ഡയലോഗ് ഞങ്ങൾ കേട്ടില്ല, പക്ഷെ അവരൊക്കെ പോയി പേടിച്ചു. ഇതാ സംഭവം. അതായത് നമ്മൾ ഓൺ സ്ക്രീനിൽ അവർ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ. എനിക്ക് തോന്നുന്നു നീ നേരത്തെ പറഞ്ഞ ലിയോയുടെ ഇൻസ്പിറേഷൻ, ലിയോയ്ക്ക് അത് ഇതുപോലെ ഒരു മാർക്കറ്റിൽ ഇവരെ ഫോളോ, നമ്മൾ കുറച്ചധികം കുറ്റം പുള്ളിയെ പറഞ്ഞാലും നമ്മുടെ ലോകേഷിനെ പറഞ്ഞാലും ആ സീൻ എടുത്തു വെക്കുന്നതിൽ ഒരു സ്കില്ലില്ലേ? അല്ല, ലോകേഷിനെ പറ്റി എത്ര കുറ്റം, ഞാൻ ലോകേഷിനെ കുറ്റം പറയുന്ന കൂലിയിൽ മാത്രമാണ്. ലിയോയൊക്കെ ഞാൻ തിയേറ്ററിൽ 3 വട്ടം മറ്റേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടോടെ. എനിക്ക് മറ്റേ ഫ്ലാഷ് ബാക്കിന്റെ അവിടെ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി പടം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമാണ്. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആ പടം കണ്ടതേ ഉള്ളൂ. ലിയോയുടെ കുറച്ച് പ്ലോട്ട് പോയിന്റ്സ് എന്ന് പോലും പറയാൻ പറ്റില്ല, പ്ലോട്ട് ഡിവൈസസ് അല്ല പ്ലോട്ട് എലമെന്റ്സ് ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇങ്ങനെ ലിയോ എടുക്കരുതെന്ന് ലോകേഷിന്റെ അടുത്ത് പറഞ്ഞ പോലെ ഒരു ഫീലാണ്. ഇങ്ങനെ ലിയോ എടുക്കാഞ്ഞത് സന്തോഷം. നിങ്ങൾ മഹാനാണ്. കാരണം മാർക്കറ്റിലുള്ള സീൻ ഇങ്ങനെ പാളിപ്പോവാം, അത് നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നൊരു ലൈൻ ഓഫ് കുറച്ചധികം പരിപാടി ഇതിനകത്തുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സാമന്ത് ഇതിനകത്ത് വാച്ചബിളാണ്. പുള്ളിക്കാരത്തിയുടെ പകുതി വാവരെ ഫൈറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി അടിപൊളിയാണ്, കമ്മിറ്റഡ് ആണ്. പുള്ളിക്കാരത്തിൽ ചില സാധനങ്ങളൊക്കെ തോക്ക് വെടിവെച്ചൊരു ഇമ്പാക്ട് ഉണ്ട്, അത് ഭയങ്കര ഇമ്പാക്ട്. അത് ക്ലൈമാക്സിൽ മറ്റേ ഗൺ കറക്കി എടുത്ത് അതൊക്കെ നല്ല രസമായിട്ട് കിട്ടില്ല. ആ സീക്വൻസിലേക്ക് ഇത് വെച്ചിട്ടാണ് ഇവർ ഈ പടം മൊത്തം വ്യാജ നമ്മൾ കാണാൻ വന്ന പരിപാടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണ് ചിമ്മുമ്പോൾ പെട്ടെന്ന് പോകും. അതിന് മുമ്പ് കണ്ണ് കാണണം. ഇത് ഇറങ്ങിയിട്ട് ഇത് യൂട്യൂബിൽ കട്ട് ചെയ്തിടുമല്ലോ, അത് കാണുക നിങ്ങൾ, അതായിരിക്കും കൂടുതൽ ഇമ്പാക്ട്. അതെ, എനിക്ക് തോന്നുന്നു ഈ പടം ഇറങ്ങിയാലും നമ്മൾ ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ഓടിച്ച് കാണുന്ന ഇൻട്രസ്റ്റ് ഫുൾ പടം കാണുമ്പോൾ മഞ്ജു വാര്യരുടെ ഒരു പടത്തിന്റെ മിസ്റ്റർ എക്സ് അതിൽ ആ ഒരു ഫൈറ്റ് സീൻ നല്ല രസമാണ്. പടം പോയി കുതാകവ എന്നതൊക്കെയാണ്. പിന്നെ ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്ന സനയാണ്, നല്ല മ്യൂസിക് ആണ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പടമായിട്ട് ആലോചിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ അസ്ഥാനത്ത് വന്നൊരു മ്യൂസിക്കിനൊന്നും വീഴും, ഗ്രാൻഡ് മ്യൂസിക് ആണ്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ആ മ്യൂസിക്കായിട്ട് കേൾക്കാൻ നല്ല രസമാണ്. അതെ, അതൊക്കെയാണ് നമ്മൾ. പിന്നെ കോസ്റ്റ്യൂമിങ് ഇവരൊക്കെ പട്ടുസാരിയൊക്കെ കൊള്ളാം, അത് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ഈ മാല പട്ടുസാരി ഇതൊക്കെ ക്രൗഡ് വീടിനകത്ത് ഇത്ര ക്രൗഡ് അതിന്റെ പരിപാടികളൊക്കെ കുറച്ച് അത് നമ്മൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചധികം തെലുങ്ക് പടത്തിന്റെ ഹാപ്പി മൊമെന്റ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കുടുംബവും അതിന്റെ നമ്മളത് കണ്ടിട്ടുണ്ട്. അതിനകത്തെ നുള്ളി പെറുക്കിയ 25 വയസ്സുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 മെസ്സേജ് എന്നോ റൈറ്റിംഗ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് ഒരു സീക്വൻസിൽ പടം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചെന്ന് നായിക നേരിട്ട് ഇനി ഇത്രയും നേരത്തെ പടം കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ എന്നുള്ള ലൈനിൽ കുടുംബത്തോട് ഇങ്ങനെ പുള്ളിക്കാരത്തിന്റെ കഥ മൊത്തം പറഞ്ഞിട്ടൊരു സീക്വൻസ് ഉണ്ടല്ലോ. നീ നേരത്തെ പറഞ്ഞ പോലെ കഥ പറയുമ്പോഴേ കൊണ്ടത്താക്കി ഇടത്തോ. അത് കഴിഞ്ഞിട്ടുള്ള സീക്വൻസിൽ പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് പറയും. അപ്പം നമുക്ക് ചിലർക്കെങ്കിലും അത് കുറ്റം ചെയ്തിട്ട് ന്യായീകരിക്കുന്ന സീൻ പോലെ തോന്നും. പക്ഷേ പുള്ളിക്കാരത്തി തന്നെ പറയും, ഞാൻ ന്യായീകരിക്കുമല്ല, ഇതാണ് എൻ്റെ സംഭവിച്ചതെന്ന് പറയുവാണ്. ആ ഒരു റൈറ്റിംഗ് എനിക്ക് കൊള്ളാൻ തോന്നി, ഇച്ചിരി ചിന്തയുള്ളൊരു റൈറ്റിംഗ് പോലെ തോന്നി. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുമ്പോൾ വില്ലൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. ഒരാളെ കൊല്ലുമ്പം അയാൾ മരിക്കുന്നതുകൊണ്ട് എത്ര പേർക്ക് ഗുണമുണ്ട്, എത്ര പേർക്ക് ദോഷമുണ്ടെന്ന് ചിന്തിക്കാം. ഗുണമുള്ളവർ കൂടുതലാണെങ്കിൽ അയാളെ കൊല്ലുന്നത് ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു. മറിച്ച് എന്താ പറയുക, ആ കൊലപാതകം കാരണം സന്തോഷിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ അത് കറക്റ്റ് കൊലയാണ് എന്നുള്ള ലൈൻ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ റൈറ്റിംഗ് ഒക്കെ പിന്നീടുള്ള പടത്തിൽ മിസ്സാണ്. നമുക്കിങ്ങനെ നല്ലൊരു പടത്തിലായിരുന്നു ഈ റൈറ്റിംഗ് വന്ന് നമുക്കത് സ്ക്രീനിൽ പ്ലേ ഔട്ട് ചെയ്യുന്ന പറഞ്ഞ വില്ലൻ അങ്ങനെയാണ് നായക കൊല്ലാതെ വിടുന്നു. ഇതൊക്കെയാണ് ആദർശമെങ്കിൽ പിടിക്കണം. അതായത് അതാ ഞാൻ പറഞ്ഞത്, ഇത് പലപ്പോഴും ഈ ക്ലൈമാക്സിൽ ആ സീക്വൻസിലായിരുന്നു ആ 2 പേര് വരുന്നത്. അവിടെ ഈ ഏതോ 2 ആശയങ്ങളുടെ ക്ലാഷ് തോന്നിയത്, അതായത് കൊല്ലാതെ വിട്ടു ആ സംഭവം ഇല്ലേ, ആ സീൻ ഇങ്ങനെ ഭയങ്കര വിചിത്രമായിട്ടാണ് പ്ലേ ഔട്ട് ആവുന്നത്.
അപ്പൊ ഈ കൊല്ലാതെ വിടുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ അതെന്തോ അത് ഒരു വിചിത്രമാണല്ലോ എന്ന് തോന്നിയിട്ട് കൊന്നേക്കാം. ഈ ഒരു റൈറ്റർ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങി ആ സാധനം കൊണ്ട് അവിടെ അവസാനിപ്പിച്ചേനെ. നിന്റെ കുടുംബമൊക്കെ കേട്ട് നല്ല കുടുംബം, എനിക്കൊരു കുടുംബം ഉണ്ടായില്ലല്ലോ എന്ന് വില്ലനെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് ജയിലിലേക്ക് തിരിച്ചു പോകും. ഞാൻ ആ മറ്റേ ജീപ്പ് എടുക്കാൻ വേണ്ടി തിരിഞ്ഞ് നടന്നു പോകത്തില്ലല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചു. അതെ ഞാൻ ജീപ്പ് എടുത്താൽ പോവായിരിക്കും. വേണ്ടായിരുന്നു, ഞാൻ ചെയ്തത് മോശമായി പോയി. എന്റെ ആദർശം വെറുതെ ഒരു എന്താ ഭദ്രകാളി അങ്ങനെ എന്തോ ഒരു ഡയലോഗ്, ഞാനൊരു രാക്ഷസിയാണ് വളർത്തിയെടുത്തത്, എന്നിട്ടാണ് ഈ കാളി അതിനു മുമ്പ് കാളിയൊക്കെ വരുന്നത്. എവിടെയൊക്കെ കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഞങ്ങൾ കണ്ടത് എങ്കൽ തങ്കമാണ്. അതെ, മഹാലക്ഷ്മി മാറ്റി കാളി ആവേണ്ട പടമാണ്. അതെ. പക്ഷെ അത് ആ കോൺസെപ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തല്ലേ, ഇത് എന്തായാലും അവർക്ക് പാളി. ഇത് പടം കണ്ടു തന്നപ്പോ തന്നെ നമ്മൾ തീരുമാനിച്ച് എത്ര പടം ചെയ്യണം നമ്മൾ അല്ലേ. ഈ പാളി പോകുന്നതിനെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പടം എടുക്കുന്ന അവസ്ഥയാണ്. കേടായ സാധനമൊക്കെ നമ്മൾ പെറുക്കി വെക്കുന്നുണ്ട്, നന്നാക്കി ഉപയോഗിക്കാന്ന് പറഞ്ഞു. അല്ല, ഫീമെയിൽ സെൻട്രിക് ഒരു ആക്ഷൻ പടം നമ്മൾ എടുക്കണം. ഫീമെയിൽ സെൻട്രിക് നമ്മൾ പറയുന്നില്ല, ഒരു ആക്ഷൻ പടം. അതിലെ നായകനായിട്ടോ നായികയായിട്ടോ ഒരാള് ആരാണേലും നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റും. നമ്മൾ സമന്തയുടെ ഫുൾ ടൈം നിന്നു, പക്ഷെ പുള്ളിക്കാരത്തെ പാസ്റ്റ് അറിയണം എന്നൊന്നും ഇല്ല. പുള്ളിക്കാരത്തെ ഫൈറ്റ് ചെയ്താൽ മതി. അതാണ്, ഈ പാസ്റ്റ് സീനൊന്നും കാണിക്കണമെന്നില്ല. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അറിയാലോ ഇതിന്റെ പരിപാടി എന്താണ്. അടിയാണ്, അതായത് കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബ പെൺ അടി വെക്കുന്നു എന്നുള്ളതേ അതേ ഉള്ളൂ ആ പടത്തിന്റെ യൂസ്. അത് ക്ലീൻ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ടൈമും ഈ ഡ്യൂറേഷനും കൂടെ അത്രയും ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എങ്കൽ തങ്കം, അതായത് മായിൻഡി ബംഗാരത്തിന്റെ തമിഴ് ഡബ്ബായ എങ്കൽ തങ്കത്തെ പറ്റിയുള്ള അഭിപ്രായം. സോ നിങ്ങൾ പടം കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. അതെ, ഈ പടം വർക്കായവരും വർക്കാവാത്തവരും അവരവരുടെ റീസൺസ് പറയൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. സിമ്പിൾ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം പറയണം എന്നുള്ളതാണ്. അതെപ്പോഴും മറന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുതലനുസരിച്ചിട്ട് അല്ലേ, ഇതൊന്നും സംഭവിക്കാൻ പറ്റില്ല. അങ്ങനല്ല, നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യും. നമുക്ക് ചെയ്യാനുള്ള പ്രചോദനം ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പൊ രാത്രി 1:30 800 രാത്രി 1:30 ആയി. ഞങ്ങൾ ഇപ്പോഴും വിടാതെ ഇനിയും ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. ഒരു 3 മണിയാവാതെ നമുക്കൊന്നും പോകാൻ പറ്റൂല. ആ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് കാണാതെ പോയത്. അത് പറഞ്ഞാലും വരെ നമ്മളൊരു സിനിമ പറഞ്ഞു, നിങ്ങളുടെ ഡെഡിക്കേഷനെ കൈയടിക്കണോ നിങ്ങളുടെ ഔട്ട്പുട്ടിനെ കൈയടിക്കണോ? ഔട്ട്പുട്ടിനെ കൈയടിച്ചാൽ മതി. ഡെഡിക്കേഷൻ വെറുതെ പറഞ്ഞു. ഇനി മുമ്പോട്ട് വലിയൊരു ബ്രേക്ക് വരാൻ പോകണം, അതുകൊണ്ടാണ് കുറച്ചധികം വീഡിയോസ് തിരക്കിലാണ്. അതൊരു 2 ആഴ്ചത്തേക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് പറ്റിയാൽ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് വീഡിയോസ് ചെയ്യേണ്ടി വരും. അതും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതൊരു മടിയുണ്ടല്ലോ, മടി പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു സുഖമില്ല. അപ്പം മായിൻഡി ബംഗാരം അല്ല എങ്കൽ തങ്കം, അങ്ങനെയാണ് അതിന്റെ അവസ്ഥ.